Okay, my dear students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉൽപാദന സാധ്യതാ വക്രം എന്താന്ന് കണ്ടു. അതെങ്ങനെയാണ് ഉൽപാദന സാധ്യതാ വക്രം എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ മൈക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ 2, 3, 4 കൺസെപ്റ്റുകളാണ്. ഒരു ചെറിയ കൺസെപ്റ്റുകളാണ്. ഒന്നാമത്തെ കൺസെപ്റ്റ് ആദ്യം സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി എന്താണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യും. രണ്ടാമത്തത് മാർക്കറ്റ് ഇക്കോണമി എന്താണെന്ന് കാണും. മൂന്നാമത്തത് മിക്സ്ഡ് ഇക്കോണമി എന്താണെന്ന് കാണും. നാലാമത്തത് പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സ് എന്താണെന്ന് കണ്ടു. അഞ്ചാമത്തത് മൈക്രോയും മാക്രോയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യതാണ് സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി, കേന്ദ്രീകൃത ആസൂത്രണ സമ്പത്ത് വ്യവസ്ഥ എന്ന് പറയും. രണ്ടാമത്തെ കമ്പോള സമ്പത്ത് വ്യവസ്ഥ അല്ലെങ്കിൽ മാർക്കറ്റ് ഇക്കോണമി. മൂന്നാമത്തത് മിശ്ര സമ്പത്ത് വ്യവസ്ഥ, മിക്സ്ഡ് ഇക്കോണമി. അതോടൊപ്പം തന്നെ പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സ്. അതിന്റെ മലയാളം അങ്ങനെ തന്നെയാണ്, പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സ് തന്നെയാണ് കേട്ടോ. ഓക്കെ, സ്പഷ്ടമായതും അന്തർലീനം എന്നൊക്കെയാണ് നോക്കേണ്ട, പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സ്. അതുപോലെ ലാസ്റ്റ് വൺ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയെന്ന് നമ്മൾ പഠിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോ ആദ്യത്തെ ഹെഡിങ് എഴുതിയെടുത്ത് കേന്ദ്രീകൃത ആസൂത്രണ സമ്പത്ത് വ്യവസ്ഥ. കേന്ദ്രീകൃത ആസൂത്രണ സമ്പത്ത് വ്യവസ്ഥ. കേന്ദ്രീകൃത ആസൂത്രണ സമ്പത്ത് വ്യവസ്ഥ. കേന്ദ്രീകൃതമായി ആസൂത്രണ സമ്പത്ത് വ്യവസ്ഥ. ഇംഗ്ലീഷ് സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി. സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി. സെൻട്രലി എന്താണ്? കേന്ദ്രീകൃത, സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി. സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി. എന്താണ് സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി എന്ന് വെച്ചാൽ, നമ്മൾ എല്ലാ കാര്യങ്ങളും എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, എല്ലാം ഒരു സമ്പത്ത് വ്യവസ്ഥയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഒരു കേന്ദ്ര അതോറിറ്റി ആണെങ്കിൽ, ഒരു സെൻട്രൽ പ്ലാനഡ് അതോറിറ്റി ആണെങ്കിൽ, കേന്ദ്രീകൃത ആസൂത്രണ കമ്മീഷൻ ആണെങ്കിൽ, ഒരു പൊതു അധികാരികളാണെങ്കിൽ, അങ്ങനെയുള്ള സമ്പത്ത് വ്യവസ്ഥയെ തീരുമാനിക്കുന്ന അങ്ങനെയുള്ള സമ്പത്ത് വ്യവസ്ഥയെ പറയുന്ന പേരാണ് സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി. ഇപ്പൊ നമ്മൾ ഇന്ത്യ മഹാരാജ്യം, ഈ മഹാരാജ്യത്തിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഒരു പൊതു അധികാരിയാണെങ്കിൽ, ഒരു കേന്ദ്ര അധികാരിയാണെങ്കിൽ, ആ സമ്പത്ത് വ്യവസ്ഥയെ പറയുന്ന പേരാണ് കേന്ദ്രീകൃത ആസൂത്രണ സമ്പത്ത് വ്യവസ്ഥ അല്ലെങ്കിൽ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി. All matters are decided by a central planned authority or single authority. It is known as centrally planned അതോറിറ്റി. ക്ലിയർ ആയ ആശയം മനസ്സിലായോ? എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഇവിടെ ഡീസെൻട്രലൈസേഷൻ ഇല്ല, അധികാര വികേന്ദ്രീകരണമില്ല. എല്ലാം തീരുമാനിക്കുന്നത് ഒരു സിംഗിൾ അതോറിറ്റി ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്? സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി അല്ലെങ്കിൽ കേന്ദ്രീകൃത ആസൂത്രണ സമ്പത്ത് വ്യവസ്ഥ എന്ന് പറയുന്നു. ഓക്കെ, ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് കമാൻഡ് ഇക്കോണമി എന്ന് പറയും. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഗവൺമെന്റ് അല്ലേ, അതുകൊണ്ട് ഇതിനെ കമാൻഡ് ഇക്കോണമി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത്, അതുകൊണ്ട് ഇതിനെ കമാൻഡ് ഇക്കോണമി എന്ന പേരിലും അറിയപ്പെടുന്നു. ക്ലിയർ ആയല്ലോ? എഴുതിയെടുക്കുക. ഹെഡിങ് കേന്ദ്രീകൃത ആസൂത്രണം ചെയ്ത സമ്പത്ത് വ്യവസ്ഥ, സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി. ഈ സമ്പത്ത് വ്യവസ്ഥ അല്ലെങ്കിൽ ഇതിനെ സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥ എന്ന് പറയും കേട്ടോ. സോഷ്യലിസ്റ്റ് എന്ന് പറയണ്ട, ബ്രാക്കറ്റിൽ അതും വേണമെങ്കിൽ ഇത് വെച്ചോളൂ. സോഷ്യലിസ്റ്റ് ആണ്. ഇംഗ്ലീഷ് മലയാളക്കാർക്ക് ബ്രാക്കറ്റിൽ എഴുതി വെക്കുക, സോഷ്യലിസ്റ്റ് ഇക്കോണമി. ഈ സമ്പത്ത് വ്യവസ്ഥയിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് കേന്ദ്രീകൃത പ്ലാനിംഗ് കമ്മീഷൻ ആണെങ്കിൽ, കേന്ദ്രീകൃത പ്ലാനിംഗ് കമ്മീഷനാണ്, അല്ലെങ്കിൽ പൊതു അധികാരികളാണ്. ഇവിടെ ഗവൺമെന്റിനാണ് അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കാണ് പ്രാധാന്യം. ഗവൺമെന്റിനാണ് അതല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കാണ് പ്രാധാന്യം. ഈ സമ്പത്ത് വ്യവസ്ഥയെ കമാൻഡ് ഇക്കോണമി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ഇക്കോണമി എന്ന പേരിൽ അറിയപ്പെടുന്നു.
ഈ സമ്പത്ത് വ്യവസ്ഥയെ കമാൻഡ് ഇക്കോണമി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ഇക്കോണമി എന്ന് പറയപ്പെടുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇംഗ്ലീഷ് എഴുതുക. ഇൻ എ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി, in a centrally planned economy or socialist economy or socialist economy or like a socialist economy, all matters are decided by government or public authority, planning authority. All matters are decided by government or planning commission, അല്ലെങ്കിൽ പ്ലാനിംഗ് അതോറിറ്റി, പ്ലാനിംഗ് കമ്മീഷൻ ഓർ പ്ലാനിംഗ് അതോറിറ്റി, ഫുൾ സ്റ്റോപ്പ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻസ് ദ പബ്ലിക് സെക്ടർ, This economy is known as command economy. അപ്പോൾ നോക്കാം, ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഗവൺമെന്റോ അല്ലെങ്കിൽ പ്ലാനിംഗ് അതോറിറ്റിയോ ആണ്. എല്ലാം തീരുമാനിക്കുന്നത് പ്ലാനിംഗ് ആണ്, പ്ലാനിംഗ് കമ്മീഷനാണ്, ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത്. അവിടെ സോഷ്യലിസ്റ്റ് ആണ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കാണ്, ഗവൺമെന്റിനാണ് പ്രാധാന്യമുള്ളത്. ആ സമ്പത്ത് വ്യവസ്ഥയെ പറയുന്ന പേരാണ് എന്ത്? കമാൻഡ് ഇക്കോണമി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ഇക്കോണമി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് എഴുതുമ്പോൾ തന്നെ നിങ്ങൾ ക്ലിയർ ആവും. കമ്പോള സമ്പത്ത് വ്യവസ്ഥ അല്ലെങ്കിൽ മാർക്കറ്റ് ഇക്കോണമി. രണ്ടാമത്തെ കൺസെപ്റ്റ് കമ്പോള സമ്പത്ത് വ്യവസ്ഥ അല്ലെങ്കിൽ മാർക്കറ്റ് ഇക്കോണമി. കമ്പോള സമ്പത്ത് വ്യവസ്ഥ അല്ലെങ്കിൽ മാർക്കറ്റ് ഇക്കോണമി എന്തായിരിക്കാം മാർക്കറ്റ് ഇക്കോണമി? എല്ലാ മാറ്റേഴ്സും തീരുമാനിക്കുന്നത് ആരാ? ഗവൺമെന്റ് ആയിരിക്കും. കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അല്ലേ? എല്ലാ മാറ്റേഴ്സും തീരുമാനിക്കുന്നത് കമ്പോളമായിരിക്കും. കമ്പോള ശക്തികളായ ഡിമാൻഡും സപ്ലൈയുമാണ് തീരുമാനിക്കുന്നതെങ്കിൽ ചോദനവും പ്രധാനവുമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള സമ്പത്ത് വ്യവസ്ഥയെ പറയുന്ന പേരാണ് മാർക്കറ്റ് ഇക്കോണമി എന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്രൈസ് മെക്കാനിസം, പ്രൈസ് തീരുമാനിക്കുന്നത് കമ്പോള ശക്തികളായ ഡിമാൻഡും സപ്ലൈയുമാണ്. ഇവിടെ സ്വകാര്യ വ്യക്തികൾക്കാണ് പ്രാധാന്യം. ഈ കമ്പോളത്തെ പറയുന്ന പേരെ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്ന് വിളിക്കാറുണ്ട്. മാർക്കറ്റ് ഇക്കോണമിയെ വിളിക്കുന്ന പേര് അവിടെ പ്രൈസ് മെക്കാനിസം ആണ്. പ്രൈസ് തീരുമാനിക്കുന്നത് ഡിമാൻഡും സപ്ലൈയുമാണ്. എന്ത് വിൽക്കണം, എന്ത് ഉൽപ്പാദിപ്പിക്കണം, എത്ര ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത് ഗവൺമെന്റ് അല്ല, കമ്പോളമാണ്. കമ്പോളത്തിലെ ഡിമാൻഡും സപ്ലൈയുമാണ്. ഒരു വസ്തുവിന് ഡിമാൻഡ് ഉണ്ടെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നു, അതേ വസ്തുവിന് ഡിമാൻഡ് ഉണ്ടെങ്കിൽ വില ഉണ്ടാവും, സപ്ലൈ കൂടുതലാണെങ്കിൽ വില കുറയും. ഇങ്ങനെ ഡിമാൻഡും സപ്ലൈയുമാണ് തീരുമാനിക്കുന്നതെങ്കിൽ ആ കമ്പോളത്തെ പറയുന്ന പേരാണ് മാർക്കറ്റ് ഇക്കോണമി അല്ലെങ്കിൽ എന്താണ്? ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ സെക്കൻഡ് വൺ ഇസ് എ മാർക്കറ്റ് ഇക്കോണമി. ഇൻ ദിസ് കേസസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻസ് ദ പ്രൈവറ്റ് സെക്ടർ, സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ്. ഇതിനെ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്ന് വിളിക്കാറുണ്ട്. ഇൻ ദിസ് കേസസ് all matters are decided by the market, the market mechanism, that is the demand and supply. Okay, എഴുതിയെടുക്കുക. കമ്പോള സമ്പത്ത് വ്യവസ്ഥ. It is known as capitalist economy. ഇതിനെ മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ എന്നും വിളിക്കുന്നു. ഇതിനെ മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ എന്നും വിളിക്കുന്നു. ഇതിനെ മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ എന്നും വിളിക്കുന്നു. ഓക്കെ, അപ്പൊ നോട്ട് എഴുതിയെടുക്കുക. നമ്മൾ കണ്ടു മാർക്കറ്റ് ഇക്കോണമി അല്ലെ? മാർക്കറ്റ് ഇക്കോണമി ഒന്നുകൂടി പറയാൻ എന്താണ്? പ്രൈവറ്റ് സെക്ടറാണ് പ്രാധാന്യമുള്ളത്. ഓക്കെ, പ്രൈസ് മെക്കാനിസം ആണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഡിമാൻഡും സപ്ലൈയുമാണ്. എന്താണ് ഡിമാൻഡ്, എന്താ സപ്ലൈ എന്നൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും കേട്ടോ. ഡിമാൻഡും സപ്ലൈയുമാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയാണ് ഇത്. ഇവിടെ പ്രൈസ് മെക്കാനിസം എന്നൊക്കെ കൂടി എഴുതിക്കൊള്ളൂ. മാർക്കറ്റ് ഇക്കോണമി കമ്പോള സമ്പത്ത് വ്യവസ്ഥ. മാർക്കറ്റ് ഇക്കോണമി കമ്പോള സമ്പത്ത് വ്യവസ്ഥ. ബ്രാക്കറ്റിൽ എഴുതുക ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി അല്ലെങ്കിൽ മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ. ഈ വ്യവസ്ഥയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കമ്പോള ശക്തികളായ ചോദനവും പ്രധാനവുമാണ്. ചോദനം എന്നുള്ളതിന് ഡിമാൻഡ്, പ്രധാനം എന്നുള്ളതിന് സപ്ലൈ. ചോദനവും പ്രധാനവുമാണ്. കമ്പോള ശക്തികളായ
ചോദനവും പ്രധാനവും ആണ്. വില തീരുമാനിക്കുന്നത് ചോദനവും പ്രധാനവുമാണ്. കമ്പോള ശക്തികളായ ചോദനവും പ്രധാനമാണ്. ഇവിടെ സ്വകാര്യ മേഖലക്കാണ് പ്രാധാന്യം. സ്വകാര്യ മേഖലക്കാണ് പ്രാധാന്യം. ഇവിടെ സ്വകാര്യ മേഖലക്കാണ് പ്രാധാന്യം. സ്വകാര്യ മേഖലക്കാണ് പ്രാധാന്യം. ഓക്കെ, എഴുതിക്കോളൂ. ഇംഗ്ലീഷിൽ എഴുതാ, ചുരുക്കാൻ എഴുതട്ടോ. മാർക്കറ്റ് ഇക്കോണമി. ഇൻ ദിസ് കേസ് economy controlled by market. Economy controlled by the market. Economy controlled by the market mechanism. Economy controlled by the market mechanism. The price determined by the forces of demand and supply. Price determined by the forces of demand and supply. Okay, demand and supply. It is importance of private sector. It is importance to private sector. Next one is the next topic, mixed economy. Mishra Sambat Vyavastha. Mixed economy, मिश्र संपत्ति व्यवस्था. मिक्स्ड इकोनॉमी, मिश्र संपत्ति व्यवस्था പറയേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം. എഴുതിക്കോളൂ. മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയുടെയും ഒരു മിശ്രിതമാണ് മിശ്ര സമ്പത്ത് വ്യവസ്ഥ. മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയുടെയും ഒരു മിശ്രിതമാണ് മിശ്ര സമ്പത്ത് വ്യവസ്ഥ. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി കൂട്ടി കേട്ടോ. കോമ്പിനേഷൻ ഓഫ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ആൻഡ് മിക്സ്ഡ് ഇക്കോണമി. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ആൻഡ് മിക്സ്ഡ് ഇക്കോണമി. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ആൻഡ് മിക്സ്ഡ് ഇക്കോണമി. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പ്ലാനിംഗ് അതോറിറ്റിയും കമ്പോളവും ഒരുമിച്ചാണ്. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പ്ലാനിംഗ് അതോറിറ്റിയും കമ്പോളവും ഒരുമിച്ച് ആണ്. In this case, all problems are solved by both price mechanism and market mechanism. Price mechanism and planning authority. Both price mechanism and planning authority. Price mechanism and planning authority. ഇവിടെ സ്വകാര്യ മേഖലക്കും പൊതുമേഖലക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്നു. ആൾക്കാർ ഇവിടെ സ്വകാര്യ മേഖലക്കും പൊതുമേഖലക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്നു. In this case, importance to public sector and private sector. അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞാൽ മിക്സ്ഡ് ഇക്കോണമി എന്താണ്? ക്യാപിറ്റലിസത്തിന്റെയും സോഷ്യലിസത്തിന്റെയും ഒരു മിശ്രിതമാണ് മിക്സ്ഡ് ഇക്കോണമി. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം. അടുത്തൊരു പോയിന്റ് പറയാണ്, പ്രൈവറ്റ് സെക്ടറിനും പബ്ലിക് സെക്ടറിനും ഒരുപോലെ പ്രാധാന്യമുണ്ട്. രണ്ടിനും പ്രാധാന്യമുണ്ട്. പ്രൈവറ്റിനുണ്ട്, പബ്ലിക്കിനും പ്രാധാന്യമുണ്ട്. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പ്ലാനിംഗ് അതോറിറ്റിയാണ്. അതുപോലെ തന്നെ പ്രൈസ് മെക്കാനിസം അല്ലെങ്കിൽ മാർക്കറ്റ് മെക്കാനിസം ആണ്. ഇവിടെ പ്രൈസ് മെക്കാനിസവും പ്ലാനിംഗ് അതോറിറ്റി രണ്ടും കൂടി ഒരുമിച്ചിട്ടാണ് എന്ത്. ഇന്ത്യ നല്ലൊരു ഉദാഹരണമാണ് ഇതിൽ. നമുക്കറിയാം ഇന്ത്യ ഇവിടെ സ്വകാര്യ മേഖലയുണ്ട്, സ്വകാര്യ ഹോസ്പിറ്റലുണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്, ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ഉണ്ട്, സോഷ്യലിസ്റ്റ് ഇക്കോണമി ഉണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത, മിക്സ്ഡ് ഇക്കോണമി. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ നോക്കാം, അടുത്ത കൺസെപ്റ്റിലേക്ക് പോവാം. ഹെഡിങ് എഴുതി വെക്കുക, പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സ്. ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കും. കുറച്ച് ബുദ്ധിമുട്ടുള്ള മേഖലയാണ്, എഴുതി വെക്കുക കേട്ടോ. പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ്. ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു തെറ്റ്, പോസിറ്റീവ് എന്ന് കേൾക്കുമ്പോൾ നെഗറ്റീവ് എഴുതും. നെഗറ്റീവ് അല്ല, നോർമേറ്റീവ് എക്കണോമിക്സ് ആണ്.
പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സ് ആണ്. എന്താണ് പോസിറ്റീവ് എക്കണോമിക്സ്, എന്താണ് നോർമേറ്റീവ് എക്കണോമിക്സ് എന്നുള്ളതാണ്. ശ്രദ്ധിച്ചിരിക്കുക. ഒരു സമ്പത്ത് വ്യവസ്ഥയിൽ എന്താണെന്ന്, വാട്ട് ഈസ് ഇറ്റ്, അതെന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്ന് മാത്രം പറയുന്നതാണ്, എന്താണെന്ന് പറയുന്നതാണ് പോസിറ്റീവ് എക്കണോമിക്സ്. അത് എങ്ങനെയായിരിക്കണം, വാട്ട് ought it to be, അതെങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് വ്യക്തമായിട്ട് പറയുന്നതാണ് എന്ത്, നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ക്ലിയറല്ലോ? അതായത് അതിന്റെ ഗുണഫലങ്ങള് ദോഷഫലങ്ങള് ഒക്കെ വ്യക്തമായിട്ട് പറയുന്ന അവസ്ഥകളാണെന്ത്, വിശകലനം ചെയ്യുന്നതാണ് പോസിറ്റീവ് നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ അവൾ എന്താണെന്ന് മാത്രം, അത് എങ്ങനെയായിരിക്കണം എന്ന്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പറയണ സിസർ വലിക്കാൻ പാടില്ല, സ്മോക്കിംഗ് ഇൻജൂറിയസ്, വലിക്കാൻ പാടില്ല, നോട്ട് പ്രൊഹിബിറ്റഡ്. ഇത് വലിച്ചാൽ ഇതുകൊണ്ട് ഇന്ന ഗുണങ്ങളുണ്ട് ഇന്ന ദോഷങ്ങളുണ്ടെന്ന് വ്യക്തമായിട്ട് പറയുന്നതാണ് എന്ത്, നോർമേറ്റീവ് എക്കണോമിക്സ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതിവിടെ എന്താണെന്ന് മാത്രം പറയും, അതെന്താണ്, പക്ഷെ അത് എങ്ങനെയൊക്കെ ആവണം, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് പറയുന്നതാണ് എന്ത്, നോർമേറ്റീവ് എക്കണോമിക്സ്. അതിന്റെ മെറിറ്റും ഡിമെറിറ്റും, മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്, അതിന്റെ ഗുണങ്ങളും ഫലങ്ങളും കോൺസിക്വൻസസ് അല്ലെങ്കിൽ വാല്യൂ ജഡ്ജ്മെന്റ് നടത്തുന്നതാണ് നോർമേറ്റീവ് എക്കണോമിക്സ്. ഉദാഹരണം പറയാണ്, സ്റ്റാഫിനൊക്കെ സാലറി കൂട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചു, അതൊരു ആശയമാണ്, അത് പോസിറ്റീവ് എക്കണോമിക്സ് ആണ്. ഇങ്ങനെ കൂട്ടിക്കൊടുത്താൽ അതുകൊണ്ട് കുറെ ഗുണങ്ങളുണ്ട്, കുറെ ദോഷങ്ങളുണ്ട്, ഇങ്ങനെ ആവണം അങ്ങനെ ആവാൻ പാടില്ല എന്നൊക്കെ വ്യക്തമായിട്ട് പറയുന്നതാണ് എന്ത്, നോർമേറ്റീവ് എക്കണോമിക്സ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ പോസിറ്റീവ് എക്കണോമിക്സും നോർമേറ്റീവ് എക്കണോമിക്സ്. പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് വെച്ചാൽ വാട്ട് ഈസ് ഇറ്റ്, ഇതെന്താണെന്ന് മാത്രം പറയുന്നു. ഇറ്റ് എക്സ്പ്ലെയിൻ വാട്ട് ought it to be, ഇത് എങ്ങനെയൊക്കെ ആവണം, ഇതിന്റെ വാല്യൂ ജഡ്ജ്മെന്റ് മൂല്യനിർണ്ണയം നടത്തുന്നു, അതിന്റെ മെറിറ്റും ഡിമെറിറ്റും പറയുന്നു, അതിന്റെ അനന്തര ഫലങ്ങൾ പറയുന്നു. ഉദാഹരണം പറയാണ്, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ് നാളെ വരുമ്പോ ഫുഡ് കൊണ്ടുവരണം, അത് പോസിറ്റീവ് എക്കണോമിക്സ് ആണ്. ഇന്നതൊക്കെ കൊണ്ടുവരണം, ഇന്നത് കൊണ്ടുവരരുത്, ഫുഡ് കൊണ്ടുവന്ന അതുകൊണ്ട് ഇന്ന ഗുണങ്ങളുണ്ട്, കൊണ്ടുവരാതിരുന്ന ഇന്ന ദോഷങ്ങളുണ്ടെന്ന് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അതാണ് നോർമേറ്റീവ് എക്കണോമിക്സ്. ക്ലിയർ ആയല്ലോ? ചെറിയൊരു ഭാഗമാണ്, വളരെ ഉയർന്ന ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും പോസിറ്റീവ് എക്കണോമിക്സും നോർമേറ്റീവ് എക്കണോമിക്സ്. പോസിറ്റീവ് എക്കണോമിക്സ് എന്താ, വാട്ട് ഈസ് ഇറ്റ്, എന്താന്ന് മാത്രം പറയുന്നതാണ് പോസിറ്റീവ് എക്കണോമിക്സ്. എങ്ങനെയായിരിക്കണം മനസ്സിലായല്ലോ? ഒരു ഉദാഹരണം കൂടി പറയാം, ക്ലിയർ ആവും. ഇപ്പോ നിങ്ങളോട് പറയുകയാണെന്ന് അറിയോ, ഇപ്പോ കോവിഡിന്റെ കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ്, നമ്മൾ കോവിഡിന്റെ കാലഘട്ടം പോകുമ്പോൾ എന്താണ്, സാമൂഹിക അകലം പാലിക്കണം. നമ്മൾ പറയണം കോവിഡാണ്, സാമൂഹിക അകലം പാലിക്കണം, അത് നോർമേറ്റീവ് പോസിറ്റീവ്. പക്ഷെ സാമൂഹിക അകലം പാലിച്ചിട്ടില്ലെങ്കിൽ കോവിഡ് വരും, ഇന്നാലിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇന്നതൊക്കെ ഉണ്ടാവും, ഇന്ന ബുദ്ധിമുട്ടുണ്ടാവും, എന്താണ് സോഷ്യൽ ഡിസ്റ്റൻസ് ഇല്ലെങ്കിൽ സോഷ്യൽ സ്പ്രെഡിങ്ങിലേക്ക് പോകും, അതിന്റെ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അതാണ് എന്ത്, നോർമേറ്റീവ് എക്കണോമിക്സ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ പോസിറ്റീവ് എക്കണോമിക്സും നോർമേറ്റീവ് എക്കണോമിക്സും എഴുതിയെടുക്കാം. ഹെഡിങ് പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സ്. എങ്ങനെയാണ്, എന്താണ്, എങ്ങനെയാണ്, എന്താണ് എന്ന് മാത്രം വിശകലനം ചെയ്യുന്നതാണ്, എന്ന് മാത്രം വിശകലനം ചെയ്യുന്നതാണ് എന്ന് മാത്രം വിശകലനം ചെയ്യുന്നതാണ് പോസിറ്റീവ് എക്കണോമിക്സ്. പോസിറ്റീവ് എക്കണോമിക്സ്. ഇവിടെ സാമ്പത്തിക ആശയങ്ങളുടെ അനന്തരഫലം വിശദീകരിക്കുന്നില്ല. സാമ്പത്തിക ആശയങ്ങളുടെ അനന്തരഫലം വിശദീകരിക്കുന്നില്ല. നെക്സ്റ്റ് പാരഗ്രാഫ് എഴുതിക്കോളൂ. സാമ്പത്തിക ആശയങ്ങളുടെ മൂല്യനിർണ്ണയം നടത്തുന്ന അതിന്റെ ഗുണദോഷ ഫലങ്ങൾ വിശദീകരിക്കുന്ന സംവിധാനമാണ്
നോർമേറ്റീവ് എക്കണോമിക്സ്. ഗുണദോഷ ഫലങ്ങൾ വിശദീകരിക്കുന്നതാണ് നോർമേറ്റീവ് എക്കണോമിക്സ്. ഓക്കെ, ഇംഗ്ലീഷിൽ എഴുതിയെടുത്തോളൂ. ഇംഗ്ലീഷിൽ എഴുതിയെടുക്കുക ചുരുക്കിയിട്ട്. പോസിറ്റീവ് എക്കണോമിക്സ് ഡീൽസ് വിത്ത് what was and what will be. What is, what was, what will be. It is not considered the value judgment or merit and demerit of policies. Next paragraph. Normative economics deals what ought to be. OUGHTB ought to be. It importance the value judgment. It is considered the merits and demerits of policies. Economic policies. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്. നെക്സ്റ്റ്, മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്. എക്സാമിൽ ചോദിക്കാറുണ്ട് മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും. മലയാളം എഴുതി വെക്കുക. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും. ഞാൻ ഓരോ പോയിന്റായിട്ട് പറയും, അപ്പൊ തന്നെയാണ് നിങ്ങൾ എഴുതിയെടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും ഞാൻ ആദ്യം ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് പറയാണ്, എന്നിട്ട് എഴുതുമ്പോൾ കൊണ്ട് പറയാം. 1933 റാഗ്നർ ഫിഷ് എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ചിന്തകനാണ് സാമ്പത്തിക ശാസ്ത്രത്തെ മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സ് എന്നും തരംതിരിച്ചത്. In 1933 the economist റാഗ്നർ ഫിഷ് ഒസലോ യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ്, നോബൽ പ്രൈസ് വിന്നറാണ്. എക്കണോമിക്സ് may be classified into two, micro and macro. ഓക്കെ, ആദ്യം ഒന്ന് പറയുകയാണ്, ശേഷം പിന്നെ എഴുതാം. Micro economics deals the small parts of economic concept and economic policies. സമ്പദ് വ്യവസ്ഥയുടെ ചെറിയൊരു ഭാഗം മാത്രം എടുത്ത് വിശദീകരിക്കുന്ന വിശകലനം ചെയ്യുന്നതാണ് മൈക്രോ എക്കണോമിക്സ്. സമ്പദ് വ്യവസ്ഥയെ മുഴുവനായിട്ട് മൊത്തമായിട്ട് ഇറ്റ് ഡീൽസ് ദ ഓൾ ഓർ എൻറ്റയർ എക്കണോമിക് കൺസെപ്റ്റ് ആൻഡ് എക്കണോമിക് പോളിസീസ്. സമ്പദ് വ്യവസ്ഥയെ മുഴുവനായിട്ട് മൊത്തമായിട്ട് വിശദീകരിക്കുന്നതാണ് മാക്രോ എക്കണോമിക്സ്. സമ്പദ് വ്യവസ്ഥ ചെറിയൊരു ഭാഗം എടുത്ത് പഠിക്കുന്നത് മൈക്രോ, സമ്പദ് വ്യവസ്ഥ മുഴുവനായിട്ട് പഠിക്കുകയാണെങ്കിൽ മാക്രോ. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ 50 പേരുണ്ടെങ്കിൽ 50 പേരെയും കുറിച്ച് പഠിക്കുകയാണെങ്കിൽ മാക്രോ. അതല്ല ഒരു 5 or 6 കുറച്ച് പേരെ മാത്രം എടുത്ത് പഠിക്കുകയാണെങ്കിൽ അത് മൈക്രോ എക്കണോമിക്സ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ഇപ്പൊ നമ്മൾ ഒരു വാർഡ് മൊത്തം എടുത്തിട്ട് പഠിക്കുകയാണ്. അപ്പോൾ ഒരു ഉദാഹരണത്തിൽ ഒരു ഏരിയയിൽ മൊത്തം കോവിഡ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ആ സ്പ്രെഡ് ചെയ്ത മൊത്തം ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് മാക്രോ ആണ്. അതല്ല കുറച്ച് മാത്രം എടുത്തിട്ട് അതിൻ്റെ തോതളക്കാൻ വേണ്ടി കുറച്ച് മാത്രം എടുത്തിട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത് മൈക്രോ. ഇവിടെ പറയുന്നുണ്ട് ഒരു കാടാണ് മാക്രോ എങ്കിൽ അതിലൊരു വൃക്ഷമാണ് മൈക്രോ. അതല്ല ഒരു വൃക്ഷമാണ് മാക്രോ എങ്കിൽ അതിലൊരു ശിഖരം മാത്രമാണ് മൈക്രോ. അതല്ലെങ്കിൽ ചിലപ്പോൾ പറയുന്നുണ്ട് ഒരു കുരുവിയുടെ കണ്ണാണ് മാക്രോ എങ്കിൽ ഒരു പുഴുവിന്റെ കണ്ണാണ് മൈക്രോ. കുരുവിക്ക് പക്ഷികൾക്ക് കാഴ്ച കൂടുതലാണ്, അതുകൊണ്ടാണ് മുകളിൽ നിന്നൊക്കെ ക്യാപ്ചർ ചെയ്യുന്നത് താഴത്തുള്ള സംഗതികൾ. ക്ലിയർ? അപ്പോൾ എക്സാമിന് ചിലപ്പോൾ കുട്ടികൾ എഴുതാറുണ്ട് മൈക്രോ എക്കണോമിക്സ് ഇസ് എ സ്റ്റഡി ഓഫ് എ ഫോറസ്റ്റ്, മാക്രോ എക്കണോമിക്സ് ഇസ് എ സ്റ്റഡി ഓഫ് എ ട്രീ. അതല്ല, അതൊരു നമുക്ക് മനസ്സിലാൻ വേണ്ടി പറയാട്ടോ. ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാൻ വേണ്ടി പറഞ്ഞാൽ അങ്ങനെയല്ല, അത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ചില ആളുകൾ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കും ഇതിപ്പോൾ ഷുക്കൂറിൻ്റെ അമ്മായിയുടെ മോനാണെന്ന്. പിന്നെ അമ്മമാരെ കാണുമ്പോൾ ഷുക്കൂറിൻ്റെ അമ്മായിയുടെ മോനെ എന്നാ പറയുക. അല്ല, ഇത് ഇവൻ്റെ പേര് ബഷീർ, ഇത് ഷുക്കൂറിൻ്റെ അമ്മായിയുടെ മോനാണെന്ന് പറഞ്ഞാൽ പിന്നെ ഓനെ നമ്മൾ പരിചയപ്പെട്ടു. പിന്നെ ഓൻ്റെ പേരാണ് നമ്മൾ എന്ത് ചെയ്യുക
സ്പെസിഫിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പൊ അതുപോലെ മനസ്സിലാവാൻ വേണ്ടി പറയുകയാണെങ്കിൽ മാക്രോ എന്ന് പറയുന്ന ഒരു കാർഡാണെങ്കിൽ അതിലെ വൃക്ഷമാണ് മൈക്രോ. ക്ലിയർ അല്ലോ? സമ്പദ് വ്യവസ്ഥയെ മുഴുവനായിട്ട് മൊത്തമായിട്ട് വിശദീകരിക്കുന്ന മാക്രോ, അതല്ല ചെറിയൊരു ഭാഗം മാത്രം എടുത്ത് പഠിക്കുകയാണെങ്കിൽ അത് മൈക്രോ എക്കണോമിക്സ്. അപ്പൊ എഴുതി വെക്കുക. ഇനി എഴുതാൻ വേണ്ടിയിട്ടാണ് പോയിന്റ് ആക്കി ഞാൻ വരഞ്ഞ് കാണിച്ചു തരും. അപ്പൊ ആദ്യത്തെ സെന്റൻസ് ഇംഗ്ലീഷ് എഴുതിക്കോളൂ. In 1933, the Ragnar fish economics classified into two, microeconomics and macroeconomics. Ragnar fish എന്നുള്ളതിന്റെ ബ്രാക്കറ്റിൽ വേണമെങ്കിൽ നോബൽ പ്രൈസ് വിന്നർ ഒസലോ യൂണിവേഴ്സിറ്റി പ്രൊഫസർ, നോബൽ പ്രൈസ് വിന്നർ, ഒസലോ യൂണിവേഴ്സിറ്റി പ്രൊഫസർ എന്നൊക്കെ എഴുതി വെക്കട്ടോ. ഓക്കെ. In the 1933, Ragnar fish economics is classified into two, micro and macro. Okay. നിങ്ങൾ എഴുതി വെക്കുക മലയാളക്കാരെ. 1933 റാഗ്നർ ഫിഷ് ബ്രാഗിൽ എഴുതുക. നോബൽ പ്രൈസ് ജേതാവാണ്. ഒസലോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. ഒസലോ യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ് റാഗ്നർ ഫിഷ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എക്കണോമിക്സിന് സൂക്ഷ്മ ബ്രാക്കറ്റിൽ മൈക്രോ, സ്ഥൂല ബ്രാക്കറ്റിൽ മാക്രോ എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. സൂക്ഷ്മ മൈക്രോ എക്കണോമിക്സ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്നും, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം ബ്രാക്കറ്റിൽ മൈക്രോ എക്കണോമിക്സ് എന്നും, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം ബ്രാക്കറ്റിൽ മാക്രോ എക്കണോമിക്സ് എന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി താഴെ ഇംഗ്ലീഷിൽ എഴുതിക്കോളൂ. മൈക്രോ എക്കണോമിക്സ് is the parts of economics. It deals small parts of economic concepts. Macroeconomics, small parts of economic concepts. Also, macroeconomics deals. It is a study of all economic. It is a study of all economic concept and policies. Concept and policies. Clear allo? Macro deals the small. Macro is a study of the small parts of economic concepts. So micro deals the small parts of economic concepts. Macro deals the whole economic concept and policies. നിങ്ങൾ എഴുതിക്കോളൂ. നിങ്ങൾ എഴുതിയെടുക്കുക മലയാളക്കാരെ. സമ്പത്ത് വ്യവസ്ഥയുടെ ചെറിയൊരു ഭാഗം മാത്രം വിശദീകരിക്കുന്നതാണ്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. സമ്പത്ത് വ്യവസ്ഥയെ മുഴുവനായിട്ട് വിശദീകരിക്കുന്നതാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. ഇനി രണ്ട് ഹെഡിങ് എഴുതി വെക്കാം. കുറെ പോയിന്റുകളാക്കിയിട്ട് രണ്ടാണ് ഡിവൈഡ് ചെയ്യുക. രണ്ട് വരഞ്ഞു വെക്കുക കേട്ടോ. ഞാൻ ഓരോ പോയിന്റ് എഴുതും, അത് മായ്ക്കും. ഓരോരുത്തർ എഴുതാൻ മറ്റൊരു നിങ്ങൾക്ക് കേട്ടോ. ശ്രദ്ധിക്കാം. ചെറുത് എന്നർത്ഥം വരുന്ന മൈക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മൈക്രോ എക്കണോമിക്സ് ഉണ്ടായത്. എന്താണ്? ചെറുത് എന്നർത്ഥം വരുന്ന മൈക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഏത് വന്നിട്ടുള്ളത്? മൈക്രോ എക്കണോമിക്സ് എന്ന വാക്ക് ഉത്ഭവിച്ചിട്ടുള്ളത്. ചെറുത് എന്നർത്ഥം വരുന്ന മൈക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഏത് വന്നത്? മൈക്രോ എക്കണോമിക്സ് എന്ന വാക്ക് ഉത്ഭവിച്ചത്. എഴുതിയല്ലോ. വലുത് എന്നർത്ഥം വരുന്ന മാക്രോസ്, മാക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മാക്രോ എക്കണോമിക്സ് ഉത്ഭവിച്ചത്. എഴുതിയല്ലേ? The term derived from micros.
The term derived from micros, which means small. Which means small. Which means small. Okay. അപ്പുറത്തെ ഭാഗത്ത് the term macros, macro derived from Greek term macros. അത്ര സിമ്പിൾ ആക്കി എഴുതിയാൽ മതി. The term derived from macros, which means large. The term macro derived from the Greek term macros, which means the large. ഒന്നാമത്തെ ഡിഫറൻസ് പഠിച്ചില്ലേ? മൈക്രോ എക്കണോമിക്സ് എവിടുന്നുണ്ടായതാണ്? ചെറുത് എന്നർത്ഥം വരുന്ന മൈക്രോസ് എന്ന വാദത്തിലാണ് മൈക്രോ എക്കണോമിക്സ് ഉണ്ടായതെങ്കിൽ വലുത് എന്നർത്ഥം വരുന്ന ലാർജ് എന്ന മാക്രോസ് എന്ന വാക്കിൽ നിന്നാണ് മൈക്രോ എക്കണോമിക്സ് ഉണ്ടായത്. ഒന്ന്. രണ്ടാമത്തെ വ്യത്യാസം നമ്മൾ പറഞ്ഞു തന്നെയാണ്, സമ്പത്ത് വ്യവസ്ഥയുടെ ചെറിയ ഒരു ഭാഗമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ചെറിയൊരു ഭാഗം വിശദീകരിക്കുന്നു. It deals small parts of economics. സമ്പത്ത് വ്യവസ്ഥയുടെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ചെറിയൊരു ഭാഗം വിശദീകരിക്കുന്നു. It deals, ഇത് കൈകാര്യം ചെയ്യുന്നതാണ് സ്മോൾ പാർട്സ് ഓഫ് എക്കണോമിക്സ്. ഇപ്പുറത്ത് it deals എന്താ കൈകാര്യം ചെയ്യുന്നത്? whole മുഴുവനായിട്ട്, whole economic concepts. It deals all economic concepts. മൈക്രോ എന്ന് പറഞ്ഞാൽ സമ്പത്ത് വ്യവസ്ഥയുടെ ചെറിയൊരു ഭാഗം മാത്രം വിശദീകരിക്കുന്നതാണ് മൈക്രോ. അതല്ല മുഴുവനായിട്ട് മൊത്തമായിട്ട് വിശദീകരിക്കുന്നതാണ് മാക്രോ. നമുക്ക് സമ്പത്ത് വ്യവസ്ഥയുടെ ചെറിയൊരു ഭാഗം വിശദീകരിക്കുന്നതാണ് മൈക്രോ. സമ്പത്ത് വ്യവസ്ഥ മുഴുവനായിട്ട്, സാമ്പത്തിക മേഖല മുഴുവനായിട്ട് വിശദീകരിക്കുന്നതാണ് മാക്രോ എക്കണോമിക്സ്. ഇതിലെ ഇറ്റ് ഡീൽസ് സ്മോൾ പാർട്സ് ഓഫ് എക്കണോമിക്സ്. ഇറ്റ് ഡീൽസ് ഓൾ എക്കണോമിക് കൺസെപ്റ്റ്. ഞാൻ മുഴുവൻ എഴുതുകയാണ് കേട്ടോ. ഇനി അടുത്ത പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ്, its importance, single or individual unit. Its importance, single or individual unit. Its importance, single or individual unit. ഇപ്പുറത്തെ its importance, aggregate unit. Its importance, aggregate unit. നിങ്ങൾ എഴുതേണ്ടത് ഒറ്റ യൂണിറ്റിന്, ഒറ്റ അല്ലെങ്കിൽ വ്യക്തിഗത യൂണിറ്റിന് പ്രാധാന്യം നൽകുന്നു. ഒറ്റ അല്ലെങ്കിൽ വ്യക്തിഗത യൂണിറ്റിന് പ്രാധാന്യം കൊടുക്കുന്നു. മൊത്തം യൂണിറ്റിന് പ്രാധാന്യം നൽകുന്നു. അല്ലേ? അങ്ങനെയല്ലേ ഇവിടെ ഒരാളുടെ വരുമാനം, ഒരാളുടെ ചെലവ്, ഒരു സാധനത്തിന്റെ വില, ഒരാളുടെ കാര്യം, ഒരാളുടെ ചെലവ്, ഒരാളുടെ വരുമാനം, ഒരാളുടെ മറ്റുള്ള ഉൽപാദനം, ഇങ്ങനെ ഒരു സാധനത്തിന്റെ വില, ഇങ്ങനെ സിംഗിൾ യൂണിറ്റിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇതിന് പ്രാധാന്യം കൊടുക്കും. മൊത്തം എന്ന അഗ്രിഗേറ്റ് എന്ന യൂണിറ്റിനാണ് അപ്പുറത്തെ ഭാഗത്ത് പ്രാധാന്യം നൽകുന്നത്. മൊത്തം വിത്ത് ഇമ്പോർട്ടൻസ് അഗ്രിഗേറ്റ് യൂണിറ്റ് ഓർ മൊത്തം യൂണിറ്റിന് പ്രാധാന്യം നൽകുന്നു. എഴുതി കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ തന്നെ എഴുതി പോരാ. അടുത്തൊന്ന്, ഇറ്റ് ഇമ്പോർട്ടൻസ് പാർഷ്യൽ ഇക്വിലിബ്രിയം. ഇറ്റ് ഇമ്പോർട്ടൻസ് പാർഷ്യൽ ഇക്വിലിബ്രിയം. ഇത് ഭാഗിക സന്തുലിതാവസ്ഥക്ക് പ്രാധാന്യം നൽകുന്നു. എന്താണ്? ഇറ്റ് ഇമ്പോർട്ടൻസ് പാർഷ്യൽ ഇക്വിലിബ്രിയം, ഭാഗിക സന്തുലിതാവസ്ഥക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇറ്റ് ഇമ്പോർട്ടൻസ് ജനറൽ ഇക്വിലിബ്രിയം. ഇറ്റ് ഇമ്പോർട്ടൻസ് പൊതു സന്തുലിതാവസ്ഥക്ക്. ഇറ്റ് ഇമ്പോർട്ടൻസ് ഇത് ഭാഗിക സന്തുലിതാവസ്ഥക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇത് പൊതു സന്തുലിതാവസ്ഥക്ക് പ്രാധാന്യം നൽകുന്നു. ഇറ്റ് ഇമ്പോർട്ടൻസ് പാർഷ്യൽ ഇക്വിലിബ്രിയം, മറ്റൊരു ഇറ്റ് ഇമ്പോർട്ടൻസ് ജനറൽ അല്ലെങ്കിൽ പൊതു സന്തുലിതാവസ്ഥക്ക് പ്രാധാന്യം നൽകുന്നു. ക്ലിയർ ആയല്ലോ? ജനറൽ ഇക്വിലിബ്രിയത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ മറ്റേത് പൊതു സന്തുലിതാവസ്ഥക്ക് പ്രാധാന്യം. എന്താ ജനറൽ, എന്താ പൊതു നോക്കാട്ടോ. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ 50 പേരുണ്ട് വിചാരിച്ചു. ഇന്ന് ഒരാൾ ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു കുട്ടി എഴുതില്ലേ, ഇത് വായിക്കണം കേട്ടോ. എന്ന് പറയുന്ന ഒരു കുട്ടി 100 രൂപയുണ്ട് വന്നു. ആ കുട്ടി ഇന്ന് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് പോയപ്പോൾ 100 ചെലവായെങ്കിൽ ആ കുട്ടി സന്തുലിതാവസ്ഥയിൽ എത്തിയെന്നാണ്. അല്ലെ? ആ കുട്ടിക്ക് 100 രൂപയുണ്ട് വന്നു, 100 ചെലവായി. അത് ആ കുട്ടിയുടെ മാത്രം സന്തുലിതാവസ്ഥ. ചിലപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ചില കുട്ടികൾ ചിലപ്പോൾ മിച്ചം കാശ് കൊണ്ടുപോയിട്ടുണ്ടാവും, ചില കുട്ടികൾ ചിലപ്പോൾ തികഞ്ഞിട്ടുണ്ടാവില്ല, കടം വാങ്ങിയിട്ടുണ്ടാവും. ക്ലിയർ? അത് മൊത്തം എല്ലാവരെയും പൈസ ഒരു 5000 രൂപ ഉണ്ട് എല്ലാവരും എടുത്തു. 5000വും ചെലവായെങ്കിൽ 5000വും ഈക്വൽ ആണെങ്കിൽ അതാണ് എന്ത്? ജനറൽ ഇക്വിലിബ്രിയം. ഇതാണെന്ത്? ജനറൽ പൊതു സന്തുലിതാവസ്ഥ. ഇത് ഭാഗികമാണ്. ഇപ്പൊ ഞാനൊരു ഫ്രൂട്ട്സ് കച്ചവടക്കാരനെ വിചാരിക്കുക, ഫ്രൂട്ട്സ് കടയാണ്, മാർക്കറ്റിൽ കൊണ്ടിട്ട് ഫ്രൂട്ട്സ് വിൽക്കുകയാണ്. ഉദാഹരണം ഇത് പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ഒരു ദിവസം കുറേ ഫ്രൂട്ട്സ് കൊണ്ട് പോയി. ഇതിൻ്റെ അവിടെ മാങ്ങ കൃത്യമാണ്. മാങ്ങ ഞാൻ കൊണ്ടുപോയത് പരിപൂർണമായിട്ട് കഴിയും ചെയ്തൊന്നും ആർക്കും കിട്ടാത്തതുമില്ല. അത് എന്താണ്? പാർഷ്യൽ ഇക്വിലിബ്രിയം. ആ സ്ഥാനത്ത് ഞാനൊന്ന് മാങ്ങ കൃത്യമാണ്, പക്ഷെ ആപ്പിള് ബാക്കി വീട്ടിൽ കൊണ്ട് നിൽക്കുകയാണ്.
ബനാന നേന്ത്രപ്പഴം ചിലപ്പോൾ കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ എല്ലാതും കൃത്യമാവുകയാണെങ്കിൽ അതാണ് ജനറൽ ഇക്വിലിബ്രിയം. ക്ലിയർ ആയല്ലോ? സദ്യ ഉണ്ടാക്കി, ഓണത്തിന് സദ്യ വെച്ചു, അല്ലെങ്കിൽ കല്യാണത്തിന് സദ്യ വെച്ചു. സദ്യ വെച്ചപ്പോൾ ചോറ് കൃത്യമാണ് വിചാരിച്ചോ, ചോറ് എല്ലാവർക്കും തികഞ്ഞു, എല്ലാവർക്കും കിട്ടാത്തതില്ലെങ്കിൽ അതെന്താണ്? ചോറിന്റെ മാത്രം സന്തുലിതാവസ്ഥയാണ്, അത് പാർഷ്യൽ ഇക്വിലിബ്രിയമാണ്. ആ സ്ഥാനത്ത് ചിലപ്പോൾ അച്ചാർ ചിലപ്പോൾ ബാക്കിയായിരിക്കാം, പായസം ചിലപ്പോൾ തികഞ്ഞിട്ടുണ്ടാവില്ല, നമ്മളെല്ലാ ആളുകൾ. ക്ലിയർ അല്ലേ? അപ്പോൾ എല്ലാം ഒരുപോലെയാണെങ്കിൽ അത് ജനറൽ ഇക്വിലിബ്രിയം, മറ്റേ പാർഷ്യൽ ഇക്വിലിബ്രിയം. അപ്പൊ ഇതെന്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു? ജനറൽ ഇക്വിലിബ്രിയമാണ്, എല്ലാ കാര്യം നോക്കും. പൊതു ഇക്വിലിബ്രിയം ആണെങ്കിൽ ഇത് ഭാഗിക സന്തുലിതാവസ്ഥക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് നോൺ ആസ്, അടുത്ത പോയിന്റ്, ഇറ്റ് ഈസ് നോൺ ആസ് പ്രൈസ് തിയറി. ഇറ്റ് ഈസ് നോൺ ആസ് പ്രൈസ് തിയറി അല്ലെങ്കിൽ തിയറി ഓഫ് ഫേം. ഇതിനെ പ്രൈസ് തിയറി അല്ലെങ്കിൽ തിയറി ഓഫ് ഫേം എന്ന് പറയുന്നു. ഇതിനെ എന്താണ്? വില സിദ്ധാന്തം അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ സിദ്ധാന്തം എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കുന്നത്? ഇതിനെ വില സിദ്ധാന്തം അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ സിദ്ധാന്തം എന്ന് വിളിക്കുമ്പോൾ ഇതിനെ വിളിക്കുന്ന പേര് ഇൻകം തിയറി അല്ലെങ്കിൽ ജനറൽ തിയറി എന്ന് വിളിക്കുന്നു. വരുമാന സിദ്ധാന്തം അല്ലെങ്കിൽ പൊതു സിദ്ധാന്തം എന്ന് വിളിക്കുന്നു. എന്താണ്? മൈക്രോ എക്കണോമിക്സ് ഇറ്റ് ഈസ് നോൺ ആസ് പ്രൈസ് തിയറി ഓർ തിയറി ഓഫ് ഫേം. ഇതോ ഇറ്റ് ഈസ് നോൺ ആസ് ഇൻകം തിയറി ഓർ ജനറൽ തിയറി. എഴുതിയെടുക്കുക, മൈക്രോന്റെ കോളത്തിൽ എഴുതുക. ഇതിനെ വില സിദ്ധാന്തം അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ സിദ്ധാന്തം എന്ന് വിളിക്കുന്നു. വില സിദ്ധാന്തം അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ സിദ്ധാന്തം എന്ന് വിളിക്കുമ്പോൾ മറ്റേന്ന് എന്താ വിളിക്കുക? മറ്റേന് എന്താണ്? വരുമാന സിദ്ധാന്തം അല്ലെങ്കിൽ പൊതു സിദ്ധാന്തം എന്ന പേരിൽ അറിയപ്പെടുന്നു. വരുമാന സിദ്ധാന്തം അല്ലെങ്കിൽ പൊതു സിദ്ധാന്തം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, ക്ലിയർ? ഇത് കഴിഞ്ഞില്ലേ? ഇൻകം തിയറി, ജനറൽ തിയറി. അടുത്തത്, ഇതിനെ പ്രസിദ്ധമാക്കിയത് ആഡം സ്മിത്ത് ആണ്. ഇറ്റ് ഈസ് പോപ്പുലറൈസ്ഡ് ബൈ ആഡം സ്മിത്ത്. ഇതിനെ പ്രസിദ്ധമാക്കിയത് ആരാണ്? ആഡം സ്മിത്ത് ആണ്. ഇറ്റ് ഈസ് പോപ്പുലറൈസ്ഡ് ബൈ ജെ.എം. കെയ്ൻസ്. ഇതിനെ പോപ്പുലറൈസ് ചെയ്തത് ജെ.എം. കെയ്ൻസ് ആണ്. കണ്ടോ? എന്താണ് ഇതിനെ പ്രസിദ്ധമാക്കിയത് ആരാ? ഇതിന്റെ പ്രാധാന്യം വർദ്ധിച്ചത് ആർക്ക് ശേഷമാണ്? ആഡം സ്മിത്തിന്റെ പുസ്തകമായ വെൽത്ത് ഓഫ് നാഷൻ പുറത്തിറക്കിയതിനു ശേഷമാണ് ഇതിന്റെ പ്രാധാന്യം വർദ്ധിച്ചെങ്കിൽ ഇതിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നതാണ് ജെ.എം. കെയ്ൻസ്. അദ്ദേഹത്തിന്റെ പുസ്തകമായ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന പുസ്തകം പുറത്തിറക്കിയതിനു ശേഷമാണ് ഇതിന്റെ പ്രാധാന്യം വർദ്ധിച്ചത്. അപ്പൊ നോക്ക്, മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസം. ഒന്നാമത്തെ വ്യത്യാസം, മൈക്രോ എന്ന് പറഞ്ഞ വാക്കിൽ നിന്നുണ്ടായി, മാക്രോ എന്ന വാക്കിൽ നിന്നുണ്ടായി. സ്മോൾ പാർട്സ് ആണ്, ഓൾ എക്കണോമിക് കൺസെപ്റ്റ് ആണ്. മൂന്നാമത്തത് പാർഷ്യൽ ഇക്വിലിബ്രിയം, ജനറൽ ഇക്വിലിബ്രിയം. നാലാമത്തെ സിംഗിൾ യൂണിറ്റ്, ഇൻഡിവിജ്വൽ യൂണിറ്റ്, അഗ്രിഗേറ്റ് യൂണിറ്റ്. അഞ്ചാമത്തത് പ്രൈസ് തിയറി അല്ലെങ്കിൽ തിയറി ഓഫ് ഫേം എന്ന് വിളിക്കും, ജനറൽ തിയറി അല്ലെങ്കിൽ ഇൻകം തിയറി. ആറാമത്തെ ഇതിനെ പോപ്പുലറൈസ് ചെയ്ത് ആഡം സ്മിത്ത്, ഇതിനെ പോപ്പുലറൈസ് ചെയ്ത് ജെ.എം. കെയ്ൻസ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ 5 കൺസെപ്റ്റുകൾ പഠിച്ചു. സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി പഠിച്ചു, മാർക്കറ്റ് ഇക്കോണമി പഠിച്ചു, പ്രൈസ് മെക്കാനിസം പഠിച്ചു, അതുപോലെ തന്നെ എന്താണ് പോസിറ്റീവ് നോർമേറ്റീവ് എക്കണോമിക്സ് പഠിച്ചു. ലാസ്റ്റ് വൺ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് പഠിച്ചു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ മൈക്രോ എക്കണോമിക്സിലെ ഇൻട്രഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ഭാഗം കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ചാപ്റ്റർ ആയിട്ടുള്ള എന്താണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന ഏകദേശം 17 മാർക്കോളം ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന ചാപ്റ്ററായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം. അപ്പോൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നോട്ടുകളൊക്കെ പോയിന്റ് ആക്കി എഴുതിയെടുക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, ഗ്രൂപ്പിൽ ചോദിക്കുക, അതല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഉണ്ടാവേണ്ട നമ്പർ അതിൽ പേഴ്സണലായിട്ട് ചോദിക്കുക. ഓക്കെ, ബൈ.